Hi dear students, welcome to my channel. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ് ഇക്വേഷൻസ് ആൻഡ് പോളിനോമിയൽസ്. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ട ഇക്വേഷൻസിലെല്ലാം നമ്മൾ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡിലാണ് ചെയ്തിരുന്നത്. അപ്പോൾ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡിൻ്റെ കൂടെ നമ്മൾ വരുമ്പോൾ ഇവിടെ എക്സ് സ്ക്വയറിൻ്റെ കൂടെ വേറെ 1 അല്ലാത്ത വേറെ നമ്പറും വരാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു. ഫോർ എക്സാമ്പിളായിട്ട് ഇവിടെ 3 വന്നു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് ചെയ്യാൻ കഴിയില്ല. പിന്നെ നമ്മൾ ചെയ്യണമെങ്കിൽ ഈ എക്സ് സ്ക്വയറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 1x സ്ക്വയർ ആക്കും. അപ്പോൾ ഇവിടെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ എല്ലാ ടേംസിനെയും ഡിവൈഡ് ചെയ്യണം 3 കൊണ്ട്. അപ്പോൾ ഇവിടെ 2/3 എന്നൊക്കെ വരും. അപ്പോൾ 2/3 എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് അങ്ങനെ ചെയ്യാമെങ്കിലും അത് 2/3 കൊണ്ട് ചെയ്യുമ്പോൾ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും, അതായത് എക്സ് സ്ക്വയറിൻ്റെ കൂടെ ഏത് നമ്പർ വന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ മൈനസ് ഉള്ള നമ്പർ ആയാലും കുഴപ്പമില്ല, അങ്ങനെ ഏത് നമ്പർ വന്നു കഴിഞ്ഞാലും നമുക്കതിൻ്റെ ആൻസർ കണ്ടെത്താനുള്ള ഒരു ഇക്വേഷനാണ് ഇത്. അതായത് ടു ഗെറ്റ് ax² + bx + c = 0 വി മസ്റ്റ് ടേക്ക് x = -b ± √b² - 4ac ഓൾ ഡിവൈഡഡ് ബൈ 2a. അപ്പോൾ നിങ്ങൾ ഈ ഇക്വേഷൻ എന്തായാലും കാണാതെ പഠിക്കണം. ഇത് വെച്ചിട്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള എല്ലാ ക്വസ്റ്റ്യൻ്റെയും ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഇവിടെ നമുക്ക് ax² എന്ന് കണ്ടു. ഇവിടെ ഈ ax² + bx + c = 0 എന്നുള്ളത് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനെ നമ്മൾ കോമൺ ആയിട്ട് പറയുന്നതാണ്. ഇവിടെ x² ഉണ്ട്, ആ x² ഇവിടെ ഉണ്ട്, അതിൻ്റെ കൂടെ ഒരു a കാണുന്നുണ്ട്. a കൊണ്ട് സൂചിപ്പിക്കുന്നത് x² കൂടെയുള്ള നമ്പേഴ്സിനെയാണ്. അപ്പോൾ നിലവിലൂടെ ഒന്നും കൊടുത്തിട്ടില്ല. അതിൻ്റെ മീനിങ് എന്താ? ഇവിടെ 1 ഉണ്ട് എന്നാണ്. ഈ 1 അല്ലെങ്കിൽ 2 ആണെങ്കിൽ 2, 3 ആണെങ്കിൽ 3, അങ്ങനെ x² കൂടെ വരുന്ന നമ്പർ ഏതാണോ അതിനെയാണ് a കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ax² + bx എന്ന് പറയുമ്പോൾ 2x ആണ്. അപ്പോൾ അവിടെ 2x എന്നുള്ളതിൽ എക്സിൻ്റെ മൾട്ടിപ്പിൾ 2, അതാണ് b കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി -224 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇക്വേഷനിൽ എക്സ് ഇല്ലാത്തൊരു ടേം ഉണ്ട്, അതാണ് c. അപ്പോൾ നമുക്ക് എപ്പോഴും ഇതിൻ്റെ =0 ആകണം, എന്നാലേ നമുക്ക് ഈ ഇക്വേഷൻ വെച്ച് ചെയ്യാൻ കഴിയുള്ളൂ. ചില ക്വസ്റ്റ്യനിൽ ഇങ്ങനെ തരും, x² + 2x = 224 എന്നിങ്ങനെ ക്വസ്റ്റ്യൻ തരും. ഇവിടെ =0 അല്ല. അപ്പോൾ ഈ =ൻ്റെ റൈറ്റ് സൈഡിലുള്ള 224നെ ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റി എഴുതുമ്പോൾ -224 ആയി, =0 ആയി. അപ്പോൾ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ നമുക്ക് =ൻ്റെ ഒരു സൈഡിലൊക്കെ ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് 0 ആക്കിയിട്ട് ഇതിൻ്റെ പ്രോബ്ലം ചെയ്യാം. ഇനി ഇതിൽ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ആൻസർ ചെയ്യുമ്പോൾ അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമുക്ക് ആ ഇക്വേഷൻ എഴുതണം. ഇങ്ങനെ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ആ ഇക്വേഷൻ എഴുതിയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇക്വേഷൻ എഴുതി ചെയ്യുമ്പോൾ ഇവിടെ a = b = c = ഇതിൻ്റെ മൂന്നിൻ്റെയും വാല്യൂ നമുക്കറിയണം. അപ്പോൾ a = എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ x² മൾട്ടിപ്പിൾ ഏതാണോ അത്, x² മൾട്ടിപ്ലൈ ചെയ്യുന്ന നമ്പർ ഏതാണോ അത് കോയിഫിഷ്യൻറ്റ്. അപ്പോൾ x² കൂടെ ഇവിടെ ഒന്നും കാണുന്നില്ല, അതുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്താ? അവിടെ 1 ഉണ്ട് എന്നാണ്. അപ്പോൾ a = എത്രയാണ്? 1 ആണ്. ഇനി b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന നമ്പർ അത് എത്രയാണ്? 2 ആണ്. അപ്പോൾ ഇതൊക്കെ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, അതിൻ്റെ സൈന് കൂടി ശ്രദ്ധിക്കണം. അപ്പോൾ അവിടെ +2 ആണ്. അപ്പോൾ നമുക്ക് +2 എന്നുള്ളതിന് വേണമെങ്കിൽ വെറും 2 എഴുതിയാലും കുഴപ്പമില്ല. ഇനി c എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -224 ആണ്. അപ്പോൾ c = -224, അതവിടെ എഴുതാം. ഇതെന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ തരാം, 2x + x² -224 = 0 എന്നൊക്കെ ക്വസ്റ്റ്യൻ തരാം. അപ്പോൾ ഇവിടെയും കുറേ പേര് തെറ്റിച്ച് ചെയ്യാറുണ്ട്. എല്ലാവരും വിചാരിക്കും a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്ന നമ്പറിൻ്റെ കോയിഫിഷ്യൻ്റ് ആണ്. അത് തെറ്റാണ്. a എന്ന് പറഞ്ഞാൽ x² എവിടെയാണോ അതിൻ്റെ കോയിഫിഷ്യൻ്റ് ആണ്. അപ്പോൾ അതിൽ x² എവിടെയാണ് നോക്കുക, അതിൻ്റെ കോയിഫിഷ്യൻ്റ് നോക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതേപോലെ b എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ്, c എന്ന് പറഞ്ഞാൽ അതിൽ എക്സ് ഇല്ലാത്തൊരു ടേമിനെയാണ് പറയുന്നത്. അപ്പോൾ അത് വേണം നോക്കിയിട്ട് ചെയ്യാൻ. ഇനി നമുക്കിതിൽ ഓരോന്നിനും അതിൻ്റെ വാല്യൂസ് കൊടുക്കാം. അപ്പോൾ x = ഈ ഇക്വേഷൻ എഴുതാം. ഇക്വേഷൻ എഴുതിയതിന് ശേഷം ഓരോ ലെറ്ററിനും പകരം അതിൻ്റെ വാല്യൂസ്. അപ്പോൾ നമ്മുടെ ആൻസർ ഇങ്ങനെ വരും, x = അത് എഴുതി. ഇനി മൈനസ് സൈൻ കൊടുത്തു. b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീൻ്റെ വാല്യൂ 2 ആണ്, ആ 2 എഴുതി. പിന്നെ +or -
റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്. അപ്പോൾ ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 സ്ക്വയർ മൈനസ് 4ac എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു എ ഇൻറ്റു സി എന്നാണ്. അപ്പോൾ 4 ഇൻറ്റു എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്, ഇൻറ്റു സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് 224 ആണ്. അപ്പോൾ മൈനസിന് അവിടെ കൊടുക്കണം. ഇതെല്ലാം റൂട്ടിൻ്റെ ഉള്ളിലാണ്. ഇനി ഓൾ ഡിവൈഡഡ് ബൈ ഒന്നിച്ചാണ് ഡിവിഷൻ വരുന്നത്. 2a എന്നുള്ളതാണ് താഴെ. അപ്പോൾ 2 ഇൻറ്റു എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഈക്വൽ ടു നമുക്ക് ഈ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യാനുള്ളത് എക്സ് ഈക്വൽ ടു -2 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ്, ഇനി റൂട്ടിൻ്റെ ഉള്ളിൽ ആൻസർ ചെയ്യണം. 2ൻ്റെ സ്ക്വയർ 4. ഇനി ശ്രദ്ധിക്കുക, -4 ഇൻറ്റു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -4 തന്നെയാണ്. -4 ഇൻറ്റു 224. അപ്പോൾ ഇവിടെ 2 മൈനസുകൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ 3 നമ്പേഴ്സാണ് നോക്കേണ്ടത്. ഇങ്ങനെയുള്ള ഇക്വേഷനിൽ ഈ 3 നമ്പേഴ്സ് നോക്കുക. അതിൽ 2 മൈനസ് ആണെങ്കിൽ നമ്മുടെ ആൻസറിൽ ഇവിടെ പ്ലസ് ആകും. കാരണം 2 മൈനസ് മൾട്ടിപ്ലൈ, ഇതെല്ലാം മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ 2 മൈനസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ആൻസർ പോസിറ്റീവായി മാറും. ഏതെങ്കിലും ഒരെണ്ണം മാത്രം മൈനസ് ആണെങ്കിലും ഈ 3 മൈനസ് ആണെങ്കിലും ആൻസർ മൈനസ് ആയിരിക്കും. അപ്പോൾ അതൊന്ന് ആലോചിച്ച് വെച്ചാൽ മതി. ഏതെങ്കിലും 2 മൈനസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഈ -224 പോസിറ്റീവും 1 നെഗറ്റീവായിട്ട് മാറും. അപ്പോഴും 2 നെഗറ്റീവ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ 3 2 നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ആൻസർ പോസിറ്റീവായി. ഇനി 4 ഇൻറ്റു 224, അതിൻ്റെ ആൻസർ 896 വരും. ഓൾ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തന്നെയാണ്. ഈക്വൽ ടു -2 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 4 പ്ലസ് 896 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 900. ഓൾ ഡിവൈഡഡ് ബൈ 2. ഇനി ഈക്വൽ ടു, ഇവിടെ നമുക്ക് ഈ നെക്സ്റ്റ് സ്റ്റെപ്പിൽ റൂട്ട് അതിൻ്റെ വാല്യൂ കാണണം. അപ്പോൾ ഈക്വൽ ടു -2 പ്ലസ് ഓർ മൈനസ് റൂട്ട് 900. അതിൻ്റെ ആൻസർ എത്രയാണ്? ഏത് നമ്പറിൻ്റെ സ്ക്വയറാണ് 900 നോക്കുക. 30യുടെ സ്ക്വയറാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ 30 എന്ന് വരും. ഓൾ ഡിവൈഡഡ് ബൈ 2. ഇനി നമുക്കിതിൻ്റെ 2 വാല്യൂസ് കാണണം. എക്സ് ഈക്വൽ ടു -2 പ്ലസ് 30. അതിൻ്റെ ആൻസർ എത്രയാണ്? തിരിച്ച് വായിച്ചു കഴിഞ്ഞാൽ ഇവിടെ പ്ലസ് ഓർ മൈനസ് ആണ്, നമ്മൾ ആദ്യം പ്ലസ് വെച്ച് ചെയ്യണത്. 30 - 2 എന്ന് വായിക്കാമല്ലോ. 30 മൈനസ് എത്രയാണ്? 28. 28 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 14. അപ്പോൾ എക്സ് ഈക്വൽ ടു 14 കിട്ടി. ഞങ്ങളുടെ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ആ സ്റ്റെപ്പ് എഴുതാത്തത്. നിങ്ങൾക്കത് എഴുതി ചെയ്യാം. -2 പ്ലസ് 30 ഡിവൈഡഡ് ബൈ 2 നമ്മൾ മുമ്പേ ചെയ്തതാണ്. ഇനി എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞ രണ്ടാമത്തെ ആൻസർ. അപ്പോൾ നമുക്ക് പോസിറ്റീവ് 30 ഉപയോഗിച്ചാണ് ചെയ്തത്. ഈ -30 -2 -30 എത്ര ആൻസർ വരിക? -32. -32 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 32 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16. ഒരു നമ്പറിന് മൈനസ് എന്നതുകൊണ്ട് ആൻസറും തരും, മൈനസ് വരും. അപ്പോൾ ഡിവിഷനിലും മൾട്ടിപ്ലിക്കേഷനും ഏതെങ്കിലും ഒരെണ്ണം മൈനസ് ആണെങ്കിൽ ആൻസർ മൈനസ് വരും. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ഇതിൻ്റെ ആൻസർ 14ഉം -16ഉം ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ നേരിട്ട് എഴുതാം. ചിലപ്പോൾ ക്വസ്റ്റ്യൻ തന്നിട്ട് നമ്മൾ ഇക്വേഷൻ കണ്ടെത്തിയിട്ടൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു കാര്യത്തിൽ ക്വസ്റ്റ്യനിലെ ഏത് ടൈപ്പ് നമ്പറാണോ ഉദ്ദേശിച്ചത് അത് ഉപയോഗിച്ച് നമുക്ക് ആൻസർ എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഇക്വേഷൻ ഉപയോഗിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ: ദി പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 42 meters and its diagonal is 15 meters. What are the lengths of its sides? അപ്പോൾ ഒരു റെക്റ്റാങ്കിളാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഈ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 42 ആണ്. എങ്ങനെയാണ് പെരിമീറ്റർ കാണുക? ഒരു റെക്റ്റാങ്കിളിൻ്റെ എല്ലാ സൈഡുകളും ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് പെരിമീറ്റർ. അത് 42 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് പെരിമീറ്റർ കാണാൻ ഇവിടെ 2 ലെങ്ത്തുകളും 2 ബ്രെഡ്ത്തുകളും ഉണ്ട്. അപ്പോൾ 2 ലെങ്ത്തും 2 ബ്രെഡ്ത്തും കൂടിയും ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് പെരിമീറ്റർ ആയിട്ടുള്ള 42 കിട്ടണതെങ്കിൽ ഒരു ലെങ്ത്തും ഒരു ബ്രെഡ്ത്തും കൂടിയും ആഡ് ചെയ്യുന്ന എത്ര ഉണ്ടാവും? അതിൻ്റെ ഹാഫ് അല്ലേ വരിക? 21. അപ്പോൾ ഒരു ലെങ്ത്തും ഒരു ബ്രെഡ്ത്തും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 21. അപ്പോൾ ഏതെങ്കിലും ഒന്ന് എക്സ് കൊടുക്കുക. അപ്പോൾ ലെങ്ത്ത് എക്സ് കൊടുത്തു കഴിഞ്ഞാൽ ബ്രെഡ്ത്ത് എത്ര ഉണ്ടാകും? ഈ 20 രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 21 ആണ് കിട്ടുന്നത്. അപ്പോൾ ബ്രെഡ്ത്ത് കാണാൻ 21ൽ നിന്ന് ഈ ലെങ്ത്ത് ആയിട്ടുള്ള എക്സ് മൈനസ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ 21 - x. ഇനി ഇവിടെ നമുക്ക് ഇതിൻ്റെ ഡയഗണൽ തന്നിട്ടുണ്ട്.
15 മീറ്റേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇതൊരു റൈറ്റ് ട്രയാങ്കിളായി മാറുന്നു. റെക്റ്റാങ്കിളാണെന്ന് ക്വസ്റ്റ്യന് പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്കിതിൽ റൈറ്റ് ട്രയാങ്കിൾ ആകുമ്പോൾ പൈതഗോറസ് ഇക്വേഷൻ, പൈതഗോറസ് തിയറൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതുപയോഗിച്ച് ഇതിൻ്റെ ആൻസർ കണ്ടെത്താം. അപ്പോൾ പൈതഗോറസ് തിയറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പർന്യൂസിൻ്റെ സ്ക്വയർ. ഹൈപ്പർന്യൂസ് എപ്പോഴും 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ ബേസ് എക്സ് ആണ്. അപ്പോൾ ബേസ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ വരും. പ്ലസ് ഇനി ആൾട്ടിറ്റ്യൂഡ്, ഈ ഹൈറ്റ് അത് 21 - x ആണ്. 2 ടേം ഉണ്ടായതുകൊണ്ട് അതിന് ബ്രാക്കറ്റ് കൊടുക്കണം. അപ്പോൾ ആൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 21 - x ഹോൾ സ്ക്വയർ. ഇതിനോട് ഈക്വൽ ആണ് ഹൈപ്പർന്യൂസിൻ്റെ സ്ക്വയർ. ഹൈപ്പർന്യൂസ് 15 ആയതുകൊണ്ട് 15 സ്ക്വയർ എന്ന് കിട്ടി. ഇതിൻ്റെ ആൻസർ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് ഇനി 21 - x ഹോൾ സ്ക്വയർ അതിൻ്റെ ആൻസർ ചെയ്യണം. അത് നിങ്ങൾ പല രീതിയിൽ പഠിച്ചിട്ടുണ്ടാവും. a - b ഹോൾ സ്ക്വയറോ അല്ലെങ്കിൽ x - y ഹോൾ സ്ക്വയർ ഈ രൂപത്തിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അതായത് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ചെയ്തിരുന്ന ക്വസ്റ്റ്യനിൽ ഇപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 എന്നുള്ളതിനെ ചുരുക്കിയിട്ട് x പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന് എഴുതിയിരുന്നു. ഇതിൻ്റെ എക്സ്പാൻഷനാണ് ഈ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1. അത് തിരിച്ച് നമ്മൾ ചുരുക്കി എഴുതിയതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ നേരിട്ട് ഈ സ്ക്വയർ ഒഴിവാക്കിയിട്ട് ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് റൂട്ട് കൊടുക്കാൻ കഴിയില്ല. കാരണം ഇവിടെ എക്സ് സ്ക്വയർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്യുന്നത് കൊണ്ട് നേരിട്ട് അങ്ങനെ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് ഈ 21 - x ഹോൾ സ്ക്വയറിനെ അത് എക്സ്പാൻഡ് ചെയ്യണം, ഈ രൂപത്തിലേക്ക് മാറ്റി എഴുതണം. അപ്പോൾ അതെങ്ങനെയെന്നുള്ളതാണ് നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത്. എന്ത് വരും? 15 സ്ക്വയർ ആണ്. അതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 225. ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് 21 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 441 പ്ലസ് ഇനി ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ട് -2 × 21 × x. അപ്പോൾ എത്ര വരിക? -42 × x എന്ന് വെച്ചാൽ -42x ഈക്വൽ ടു 225. അപ്പോൾ നമുക്കൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഇനി നമുക്കിതിൽ ആഡ് ചെയ്യാനുണ്ട്. എക്സ് ഒരേപോലുള്ളത് ആഡ് ചെയ്യാൻ കഴിയുള്ളൂ. എക്സ് സ്ക്വയറിൻ്റെ കൂടെ എക്സ് സ്ക്വയറുള്ള ടേമുകൾ ആഡ് ചെയ്യാം, എക്സിൻ്റെ കൂടെ എക്സുള്ള ടേംസ് ആഡ് ചെയ്യാം, എക്സ് ഇല്ലാത്ത വെറും നമ്പറുകൾ തമ്മിൽ ആഡ് ചെയ്യാം. അല്ലാതെ എക്സ് സ്ക്വയറും ഈ -22x തമ്മിൽ ആഡ് ചെയ്യാൻ കഴിയില്ല. കാരണം ഇവിടെ എക്സിൻ്റെ സ്ക്വയർ ഇല്ല, ഇവിടെ എക്സിൻ്റെ സ്ക്വയർ ഉണ്ട്. രണ്ടും രണ്ടാണ്. അപ്പോൾ നമുക്ക് ഒരേപോലത് ആഡ് ചെയ്യാനുള്ളത് ആഡ് ചെയ്യാം. നമ്പറുകൾ ഇപ്പോൾ നമുക്ക് ഈക്വൽ ടു 0 വേണം എന്നുള്ളത് കൊണ്ട് 225നെ ഈക്വൽ ടു ലെഫ്റ്റ് സൈഡിലേക്ക് എഴുതാം. അപ്പോൾ ഇവിടെ ഒരു എക്സ് സ്ക്വയറും എക്സ് സ്ക്വയറും ഉണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര എക്സ് സ്ക്വയർ ആയി? 2x. ഇനി നമുക്ക് എഴുതുമ്പോൾ എപ്പോഴും ഒരു ഓർഡറിൽ എഴുതാൻ നല്ലത്. എക്സ് സ്ക്വയർ ഉള്ളത് എഴുതി. ഇനി എക്സ് ഉള്ള ടേം അപ്പോൾ -42x ആണ്. ഇനി എക്സ് ഇല്ലാത്ത ടേം ഇവിടെ +441 ഉണ്ട്. അതേപോലെ ഈക്വൽ ടു റൈറ്റ് സൈഡിലുള്ളത് ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ -225 ഈക്വൽ ടു എന്ത് വരും? 0 വരും. അപ്പോൾ ഇവിടെ ആൻസർ എന്ത് വരാം? 2x സ്ക്വയർ പ്ലസ് ഇവിടെ നമുക്ക് കിട്ടിയത് -42x ആണ്. അപ്പോൾ 2x സ്ക്വയർ എക്സ് 441ൽ നിന്ന് 225 മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ +216 ആണ്, ഈക്വൽ ടു 0 ആയി. അപ്പോൾ നമുക്കൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനായി. ഇനി നമുക്ക് -b ± √b² - 4ac എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്കിതിൻ്റെ ആൻസർ കണ്ടെത്താം. ഇനി നമുക്ക് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ആദ്യം ഇതിൻ്റെ ഇക്വേഷൻ എഴുതി. ഇനി നമുക്കിതിൽ a = b = c = ഇതൊന്ന് സൈഡിൽ ബുക്കിൻ്റെ സൈഡിൽ എഴുതി വെക്കണം. അപ്പോൾ a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് സ്ക്വയറിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന നമ്പർ 2 ആണ്. b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന നമ്പർ -42 ആണ്. c എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും നമ്പർ 216. ഇനി നമുക്കിതിൽ ഓരോന്നിലും വാല്യൂ കൊടുക്കണം. x = -b. ഇവിടെ ശ്രദ്ധിക്കാനുണ്ട്, ഇവിടെ ഈ ഇക്വേഷനിലൊരു മൈനസ് ഉണ്ട്, ആ മൈനസ് അവിടെ എഴുതി. ഇനി b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീൻ്റെ വാല്യൂ -42 ആണ്. അപ്പോൾ ആ മൈനസ് എക്സ്ട്രാ വരും. ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഒന്നുകൂടി ശ്രദ്ധിക്കുക, ഇക്വേഷനിലുള്ള മൈനസ് ആണിത്, അത് ഫസ്റ്റ് എഴുതി.
ഇനി ബിൻ്റെ വാല്യൂ -42 ആണ്, അതിൻ്റെ മൈനസ് കൂടി വരും. ബാക്കി നമുക്കുള്ളത് പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac എന്നാണ്. അപ്പോൾ ബി -42 ആണ്. -42 സ്ക്വയർ ഇനി മൈനസ് 4ac 4 × a × c 4 × a എന്ന് പറഞ്ഞാൽ 2 ആണ്, ഇൻറ്റു സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 216 ആണ്, പോസിറ്റീവ് തന്നെയാണ്. ഓൾ ഡിവൈഡഡ് ബൈ 2a 2 × a എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ രണ്ട് മൈനസ് ഒരുമിച്ച് വന്നു. ഇങ്ങനെ രണ്ട് മൈനസ് ഇടയിൽ നമ്പേഴ്സ് ഇല്ലാതെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ എന്തായി? പോസിറ്റീവായി. അപ്പോൾ പോസിറ്റീവ് 42 എന്നായി. ഈക്വൽ ടു 42 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ്, ഇനി 42ൻ്റെ സ്ക്വയർ എങ്ങനെ ചെയ്യുക? -42 ആണെങ്കിൽ രണ്ട് പ്രാവശ്യം 42 × 42 ചെയ്യുമ്പോൾ പോസിറ്റീവായി മാറും. അപ്പോൾ 42 × 42 2 × 2 4 2 × 4 8 4 × 2 8 4 × 4 16. അപ്പോൾ 4 16 7 1. അപ്പോൾ 1764 വന്നു. ഇനി നമുക്കിവിടെ ബാക്കിയുള്ളത് -4 × 2. ഇവിടെ മൂന്ന് നമ്പേഴ്സിനും ഒരെണ്ണത്തിന് മൈനസ് ഉള്ളൂ. അപ്പോൾ ആൻസർ മൈനസായി വരും. -4 × 2 എന്ന് പറഞ്ഞാൽ -8. -8 × 260 എന്നതിൻ്റെ ആൻസർ ചെയ്യണം. 6 × 8 48. ബാലൻസ് 4. 1 × 8 8 + 4 12. ബാലൻസ് 1. 2 × 8 16 + 1 17. അപ്പോൾ 1728 ഓൾ ഡിവൈഡഡ് ബൈ 2a എന്നുള്ളതാണ്. അപ്പോൾ 2 × a എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 × 2. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് 4 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഈ റൂട്ടിനുള്ളത് മൈനസ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ആൻസർ 42 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 1764 മൈനസ് 1728. എത്ര ആൻസർ വരിക? 36 അല്ലേ വരുന്നത്. മൈനസ് ഇതിന് 36 വരും. ഓൾ ഡിവൈഡഡ് ബൈ 4. അപ്പോൾ അതിൻ്റെ ആൻസർ 42 പ്ലസ് ഓർ മൈനസ് 36ൻ്റെ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ഓൾ ഡിവൈഡഡ് ബൈ 4 വരും. അപ്പോൾ ഇനി രണ്ട് ആൻസർ ചെയ്യണം. ഒന്ന് x = 42 + 6 വെച്ച് ചെയ്യണം. അതേപോലെ പിന്നെ -6 വെച്ച് ചെയ്യണം. ഡിവൈഡഡ് ബൈ 4 ഉണ്ട്. അപ്പോൾ 42 + 6 എന്ന് പറഞ്ഞാൽ 48. 48 ഡിവൈഡഡ് ബൈ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ 12 വരും. ഇതേപോലെ രണ്ടാമത്തെ ഓർ എന്നീ രണ്ടാമത്തെ ആൻസർ ചെയ്യണം. x = 42. അതിൻ്റെ സൈനൊന്നും വ്യത്യാസമില്ല. ഇനി 6ൻ്റെ സൈന് മൈനസായി. ഓൾ ഡിവൈഡഡ് ബൈ 4. 42 - 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 36. 36 ഡിവൈഡഡ് ബൈ 4 എന്ന് കഴിഞ്ഞാൽ 9. അപ്പോൾ നമുക്കിവിടെ രണ്ട് ആൻസറുകളുണ്ട്. x = 12 രണ്ടാമത്തത് 9 ആണ്. അപ്പോൾ നമുക്കിതിൻ്റെ ലെങ്ത്ത് എത്ര വരും? ലെങ്ത്ത് = 12 ബ്രെഡ്ത്ത് = 9 വരും. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ 21 കിട്ടുന്നുണ്ട്. അപ്പോൾ ആൻസർ കറക്റ്റായി. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ മെനി കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് സ്റ്റാർട്ടിംഗ് ഫ്രം 1 ഷുഡ് ബി ആഡഡ് ടു ഗെറ്റ് 300? അപ്പോൾ 1 മുതലുള്ള എത്ര നമ്പേഴ്സ് നാച്ചുറൽ നമ്പേഴ്സ് 1 2 3 4 5 എന്ന് പറയുന്ന നാച്ചുറൽ നമ്പേഴ്സ് എത്ര വരെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 300 കിട്ടുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ആഡ് ചെയ്യാനാണ് പറയുന്നത്. അത് എത്ര എണ്ണാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്പർ ഓഫ് ടേംസ് അറിയില്ല. നമുക്കതിന് കോമൺ ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മാനുള്ള ഇക്വേഷൻ n × n+1 ഡിവൈഡഡ് ബൈ 2. n × n+1 ഓൾ ഡിവൈഡഡ് ബൈ 2. ഇങ്ങനെ ചെയ്താൽ കിട്ടുന്ന ആൻസർ, എന്നിന് നമ്പർ ഓഫ് ടേംസ് കറക്റ്റായി കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ 300 ആണ്. അപ്പോൾ നമുക്കിതിൽ ഈ n × n+1 എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക? ബ്രാക്കറ്റിൻ്റെ പുറത്തുള്ള ഈ n കൊണ്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ഓരോ നമ്പറിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. n × n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n²
എൻ സ്ക്വയർ എൻ ഇൻറ്റു 1 അതവിടെ +1 ആണ്. അപ്പോൾ 1 ഇൻറ്റു എന്ന് പറഞ്ഞാൽ 1 n തന്നെയാണ്. അപ്പോൾ n ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ സെയിം തന്നെയാണ്. അപ്പോൾ n ഇനി ഈക്വൽ ടു നമുക്ക് ഈ ഡിവൈഡഡ് ബൈ 2നെ ഈക്വൽ ടുവിൻ്റെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആയി. അപ്പോൾ താഴെ നമ്മൾ 2 എഴുതണില്ല, 300 ഇൻറ്റു 2 എന്ന് എഴുതി. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ത് വരും? n സ്ക്വയർ പ്ലസ് n ഈക്വൽ ടു 600 എന്നായി. ഈ 600നെ ഈക്വൽ ടു ലെഫ്റ്റ് സൈഡിലേക്ക് എഴുതുമ്പോൾ എന്ത് വരും? n സ്ക്വയർ പ്ലസ് n മൈനസ് 600 എന്നുള്ളതായി. ഇനി നമുക്കിതിൽ ഇക്വേഷൻസിൽ ഓരോന്നിൻ്റെയും വാല്യൂ കൊടുത്ത് ചെയ്യണം. അപ്പോൾ ഈക്വൽ ടു 0 ആണ്. ഇതിൽ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരിക? n സ്ക്വയർ. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിലൊക്കെ എക്സ് വെച്ചാണ് ചെയ്തത്, അതിന് പകരം n ആയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ n സ്ക്വയറിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന നമ്പർ 1 ആണ്. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന നമ്പർ 1 ആണ്. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n ഇല്ലാത്ത ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -600 ആണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഇക്വേഷൻ -b പ്ലസ് ഓർ മൈനസ് √b സ്ക്വയർ മൈനസ് 4ac ഓൾ ഡിവൈഡഡ് ബൈ 2a എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഓരോന്നിനും അതിൻ്റെ വാല്യൂ കൊടുക്കുക. x ഈക്വൽ ടു -b, മൈനസ് ഇക്വേഷനുള്ള മൈനസ് കൊടുത്തു. b എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 1 പ്ലസ് ഓർ മൈനസ് √b സ്ക്വയർ, 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്, മൈനസ് 4ac, 4 ഇൻറ്റു a എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു c എന്ന് പറഞ്ഞാൽ -600 ഓൾ ഡിവൈഡഡ് ബൈ 2a, 2 ഇൻറ്റു a എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ ഈക്വൽ ടു -1 പ്ലസ് ഓർ മൈനസ് ഇവിടെ രണ്ട് നമ്പറുകൾക്ക് മൈനസ് ഉണ്ട്, അപ്പോൾ പോസിറ്റീവായി. -4 ഇൻറ്റു -600 എന്ന് പറയുമ്പോൾ പോസിറ്റീവായി മാറും. അപ്പോൾ അവിടെ 1 പ്ലസ് എന്ന് വരും. 1 പ്ലസ് -4 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ -4 തന്നെയാണ്. -4 ഇൻറ്റു -600 എന്ന് പറയുമ്പോൾ അത് പോസിറ്റീവായി മാറും. 4 ഇൻറ്റു 600 എന്ന് പറഞ്ഞാൽ 2400, 2400. അപ്പോൾ 1 പ്ലസ് 2400 എന്ന് പറയുമ്പോൾ 2401 എന്ന് വരും. 1 ഇവിടെ ഉള്ളതാണ്. ഈ 1 പ്ലസ് ഇതിൻ്റെ ആൻസർ ഓൾ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ -1 പ്ലസ് ഓർ മൈനസ് 2401ൻ്റെ റൂട്ട് എത്ര വരിക? ഏതിൻ്റെ സ്ക്വയറാണ് നോക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടണില്ലെങ്കിൽ അതിൻ്റെ ഓരോന്നിൻ്റെ ഏത്, ഇപ്പോൾ 10, 20, 30, 40 ഇങ്ങനെയുള്ള നമ്പറുകളുടെയൊക്കെ സ്ക്വയറിൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ടോ എന്ന് നോക്കുക. ഇപ്പോൾ 10ൻ്റെ സ്ക്വയർ 100, 20യുടെ സ്ക്വയർ 400, 30യുടെ സ്ക്വയർ 900, 40യുടെ സ്ക്വയർ 1600, 50യുടെ സ്ക്വയർ 2500. അപ്പോൾ ഇവിടെ 40യുടെയും 50യുടെയും സ്ക്വയറിന് ഇടയ്ക്കാണ് ഇത് വരുന്നത്. കാരണം 40യുടെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1600 ആണ്, 50യുടെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2500 ആണ്. ഇതിൻ്റെ അടിയിലാണ് വരുന്നത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ആൻസർ 40 വെച്ചുള്ള ഏതോ ഒരു നമ്പറാണ്, 41, 42 അങ്ങനെയുള്ളത്. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് ലാസ്റ്റ് 1 ആണ് വരുന്നത്. അപ്പോൾ 41 വന്നു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ലാസ്റ്റ് 1 വരും. പിന്നെ 1 വരുന്ന ആൻസർ ഏതാ? 9 വന്നാലാണ് പിന്നെ ആൻസർ വരുള്ളൂ. അപ്പോൾ ഏകദേശം ഇത് 2500ൻ്റെ അടുത്താണ് ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? 49 ചെയ്ത് നോക്കാം. കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ചെയ്താൽ മതി. 9 × 9 81, ബാലൻസ് 8. അത് ഞാൻ പറഞ്ഞു ലാസ്റ്റ് വരുന്ന നമ്പർ ഈ 8 ആയിരിക്കും, 1 ആയിരിക്കും. 9 × 4 36 പ്ലസ് 8 പറഞ്ഞാൽ 44. 4 × 9 36, ബാലൻസ് 3. 4 × 4 16 പ്ലസ് 3 90. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഈ ലാസ്റ്റ് 1 തന്നെ ഇവിടെ വരിക. 1 0 4 2. അപ്പോൾ 2401 ഇതേ ആൻസർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 49 ആണ്. അപ്പോൾ നമുക്കിതിൻ്റെ ആൻസറായി റൂട്ട് 49 വന്നു. ഓൾ ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടി. ഇനി നമുക്കിതിൻ്റെ രണ്ട് വാല്യൂസ് കാണണം. എക്സ് ഈക്വൽ ടു -1 പ്ലസ് 49 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഈക്വൽ ടു ഇത് തിരിച്ചാലോചിച്ചാൽ മതി. 41 - 1 എന്ന് പറഞ്ഞാൽ 48. 48 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24. ഇനി ഇവിടെ സെക്കൻഡ് ആൻസർ എക്സ് ഈക്വൽ ടു -1 - 49 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായാലും എന്ത് വരും? മൈനസുള്ള നമ്പർ വരിക. കാരണം -50/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -25 വരും. അപ്പോൾ നമുക്കിതിൽ ആൻസറായിട്ട് ഉപയോഗിക്കുക 24 ആണ്. കാരണം പോസിറ്റീവ് നമ്പറാണ് ആവശ്യം.
ഇവിടെ നമ്പർ ഓഫ് ടേംസ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്പർ ഓഫ് ടേംസ് നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ടേ പറയുള്ളൂ. ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം. അല്ലാതെ -1 ടേം, -2 ടേം അല്ലെങ്കിൽ -10th ടേം ഇങ്ങനെ പറയാറില്ല. അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ 24 എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കിതിൻ്റെ ഏത് ആൻസറാണെന്നുള്ളത് നോക്കേണ്ടത്. ഇനി ഇതിൽ ടെക്സ്റ്റ് ബുക്കിൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. താങ്ക് യു.